afternoon. Good afternoon, ma'am. Okay, okay. പേനയൊക്കെ എടുത്ത് വെച്ചോട്ടോ. മെഡിക്കൽ ടെർമിനോളജി ആണ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. മെഡിക്കൽ ടെർമിനോളജി സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണ് കേട്ടോ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ സൗണ്ട് കൂട്ടിയിടാം കേട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ? നോക്കിയേ, സ്ക്രീൻ കാണുന്നില്ലേ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നില്ലേ? ആ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം. വേറെ ഒന്നുകൊണ്ടല്ല, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു റിവിഷൻ ക്ലാസ്സും കൂടെ തരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിനാണെങ്കിൽ എനിക്ക് നാളെ നിങ്ങൾക്കൊരു റിവിഷൻ ക്ലാസ് തരാൻ പറ്റും. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കട്ടെ തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. തീർക്കാൻ പറ്റിയാലും ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു റിവിഷൻ ക്ലാസ് എന്തായാലും വെക്കണമല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല, അവര് അറിയിക്കും കേട്ടോ. അറിയിക്കും കേട്ടോ. റസിയ എന്നാന്ന് വെച്ചാൽ അറിയിക്കും. ഓക്കെ, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പോർഷൻസ് കവർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തോടുകൂടി നമുക്ക് തീർക്കണം. നാളത്തോടുകൂടി തീർത്താൽ മതി. പക്ഷെ നാളെ നിങ്ങൾക്കൊരു റിവിഷൻ ക്ലാസ് തരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എക്സാമിന് മുമ്പായിട്ടേ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും പേനയൊക്കെ എടുത്തു വെച്ചോ, പ്രിന്റും എടുത്തു വെച്ചോ. നമ്മള് സ്ക്രീൻ കാണുന്നില്ലേ? എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? എങ്ങനെയല്ല കാണേണ്ടത്, നിങ്ങൾക്ക് പ്രിന്റ് ആണ് കാണേണ്ടത് കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ? ആ, ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എടുത്തത് അബ്രീവിയേഷന്റെ 170 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. 170 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ പേജിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയായിരുന്നു. ഒന്ന് 173 കേട്ടോ, 173, 173, 174, 174, 175, 175, 179, 179, 184, 184, 187, 187, then 188 കേട്ടോ, 188. ഇത്രയാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തത് കേട്ടോ. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതില് എം വരെയാണ്, 170 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എം എന്താണ് ഉദ്ദേശിക്കുന്നത്? മീറ്റർ ആണ് കേട്ടോ, മീറ്റർ ആണ്. എന്താണ് ഒന്നുകൂടി പറയണോ? 173, 173, 173, 174, 175, 179, 179, 184, 184, 187, 187, 188 കേട്ടോ, 188. ഓക്കെ, എം എന്താണ്? മീറ്റർ ആണ് കേട്ടോ. അടുത്ത് നോക്കാം, MAE എന്താണ് ഉദ്ദേശിക്കുന്നത്? മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. എന്താണ് മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്? അതായത് എല്ലാ എക്സ്ട്രിമിറ്റീസിലും നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, അപ്പർ എക്സ്ട്രിമിറ്റീസും ലോവർ എക്സ്ട്രിമിറ്റീസും എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ താഴ്ഭാഗവും. അപ്പർ എക്സ്ട്രിമിറ്റിയിൽ ഏതൊക്കെ വരുമ്പോൾ നമ്മുടെ കൈകള് അല്ലെ, നമ്മുടെ ആംസുകള്, അതുപോലെ തന്നെ കൈകള്, വിരലുകള്, അതെല്ലാം തന്നെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലോവർ എക്സ്ട്രിമിറ്റി അതായത് നമ്മുടെ ശരീരത്തിന്റെ താഴ്ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ കാലുകള്, വിരലുകള്, ടോസ്, അതൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് കേട്ടോ, എല്ലാ എക്സ്ട്രിമിറ്റീസിലും മൂവ് ചെയ്യാൻ പറ്റും. സാധാരണ അതൊരു ന്യൂറോളജിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് കേട്ടോ. ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് അവര് നമുക്ക് സെൻസ് പറ്റുന്നുണ്ടോ, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാ ഭാഗങ്ങളും ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണത് MAE, മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് കേട്ടോ. ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ആണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത്
MAEW. MAEW എന്താണ്? മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെല്. വെല്ലെന്ന് എഴുതിയിട്ടില്ല, അത് നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ. W എന്താണ്? വെല്, നന്നായിട്ട് കേട്ടോ. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ, അതായത് എല്ലാ വശങ്ങളും നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. MAEW, മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ. ഓക്കെ, ഇതെല്ലാം എഴുതി ചേർക്കാം കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ, ക്ലാസ് ശ്രദ്ധിക്കണം. എനിക്ക് അധികം സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് MAP. എന്താണ്? MAP. MAP എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ആർട്ടീരിയൽ പ്രഷർ. എന്താണ്? മീൻ ആർട്ടീരിയൽ പ്രഷർ. എന്താണ് മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് അറിയാമോ? ആവറേജ് ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ. അതായത് ഒരു കാർഡിയാക് സൈക്കിൾ സമയത്ത് ഉണ്ടാവുന്ന ഒരു ശരാശരി ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഹാർട്ടിന്റെ ബീറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കൺട്രാക്ഷൻ, ഒരു റിലാക്സേഷൻ, ഒന്ന് ചുരുങ്ങുന്നു, ഒന്ന് റിലാക്സ് ചെയ്യുന്നു. നമ്മൾ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാണ്. ഒന്ന് കൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യുന്നു. അതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു കാർഡിയാക് സൈക്കിളിനകത്തുള്ള ആവറേജ് ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ശരാശരി എന്താണ്? ബ്ലഡ് പ്രഷർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മീൻ ആർട്ടീരിയൽ പ്രഷർ. എന്തിന്റെ ചുരുക്കം എന്താണ്? എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? MAP കേട്ടോ. MAP. ഓക്കെ, അടുത്തതാണ് MCG. MCG എന്താണ്? മൈക്രോഗ്രാം. ഓക്കെ, മൈക്രോഗ്രാം. അടുത്തതാണ് MCL. എന്താണ്? MCL, മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. എന്താണ്? മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. അതായത് നമ്മുടെ ECG ഉണ്ടല്ലോ, നമുക്ക് ECG കണ്ടിട്ടില്ല, അതിൽ ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് പറഞ്ഞത്, മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. അതായത് ഒരു ഇമാജിനറി വെർട്ടിക്കൽ ECG ലൈൻസ് ആണ് കേട്ടോ. വെർട്ടിക്കൽ ECG ലൈൻ പ്ലേസ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്നും നോക്കണ്ട, നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ രേഖകൾ പോലെ, ലൈൻസ് പോലെ, അതിൽ ഓരോ ഇന്റർപ്രിട്ടേഷൻസ് കിട്ടും. ഓരോ പ്ലേസ്മെന്റിനകത്തും നമുക്ക് ഓരോ ഇന്റർപ്രിട്ടേഷൻ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ് എന്ന് വെച്ചാൽ ഒരു ഇമാജിനറി എന്താ പറയുക ECG ലൈൻ ആണ് കേട്ടോ, ഓൺ ദ ചെസ്റ്റ്. ഓക്കെ, ECG-കളിൽ വരുന്നതാണ് അത്. ക്ലിയർ? അടുത്തതാണ് MEQ. എന്താണ്? MEQ, മില്ലി എക്വിവാലന്റ് കേട്ടോ. എന്താണ്? മില്ലി എക്വിവാലന്റ്, MEQ. അടുത്തതാണ് MG. MG എന്താണ്? മില്ലിഗ്രാം ആണ്. എന്താണ്? മില്ലിഗ്രാം. ഓക്കെ, അടുത്തതാണ് MI. MI എന്താണ്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെ? ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, അതിന്റെ പേരാണ് കേട്ടോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താണ് അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം? MI. ഓക്കെ, അടുത്തതാണ് MICU. MICU എന്താണ്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അങ്ങനെ പറയാം, അഥവാ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇതൊക്കെയാണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും പറയാം, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും പറയാം. ഓക്കെ, അടുത്തത് MIN, മിനിറ്റ് കേട്ടോ, മിനിറ്റ്. അടുത്തതാണ് ML. ML എന്താണ്? മില്ലി ലിറ്റർ. എന്താണ്? മില്ലി ലിറ്റർ. അടുത്തത് ML എന്താണ്? മില്ലിമീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ML എന്താണ്? മില്ലിമീറ്റർ. അടുത്തത് MMHG. HG നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, മെർക്കുറി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ MMHG എന്താണ്? മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. പ്രത്യേകിച്ച് നമ്മൾ തെർമോമീറ്റർ ഒക്കെ ഉണ്ടല്ലോ, തെർമോമീറ്ററിനകത്ത് മെർക്കുറി ആണ് ഉള്ളത് അല്ലെ? അപ്പൊ ആ ഒരു ഇതിലൊക്കെ പറയുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ, മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. ഓക്കെ, MMHG. അടുത്തതാണ് MRI. എന്താണ്? MRI. MRI എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. പഠിക്കണം കേട്ടോ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. അതാണ് MRI. അടുത്തതാണ് MS. എന്താണ്? MS. MS എന്താണെന്ന് അറിയോ? രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? മോർഫിൻ സൾഫൈറ്റ്. എന്താണ്? മോർഫിൻ സൾഫൈറ്റ് അല്ല, സൾഫേറ്റ് കേട്ടോ. മോർഫിൻ സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു അനാൽജസിക് ആണ്. That is used to treat the severe pain. നമുക്ക് അനൽജസിക് തന്നെ കേൾക്കുമ്പോൾ എന്താണ്? പെയിൻ കില്ലർ ആണ് കേട്ടോ. ഭയങ്കര തീവ്രമായിട്ടുള്ള വേദന വരില്ലേ, അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ മോർഫിൻ സൾഫേറ്റും. പിന്നെന്താണ്? അങ്ങനെ ഒരു എക്സ്പാൻഡഡ് ഫോം ഉണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. എന്താണ്? മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, അതായത് നമ്മുടെ എന്താ പറയാ കേന്ദ്ര നാഡീ വ്യവസ്ഥ, അതിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഓക്കെ, അടുത്തതാണ് MSO4.
MSO4. 4 ശരിക്കും സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. 4 താഴെയായിട്ടാണ് എഴുതുന്നത് വലത് സൈഡില്. MSO4 എന്താണ്? മോർഫിൻ സൾഫേറ്റ്. അത് തന്നെയാണ് നമ്മൾ MS എന്ന് പറഞ്ഞപ്പോഴും മോർഫിൻ സൾഫേറ്റ് ആണ്. MSO4 എന്ന് പറയുന്നതും മോർഫിൻ സൾഫേറ്റ് ആണ്. അടുത്തത് MVA. എന്താണ് MVA? മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് കേട്ടോ. MVC എന്താണ്? മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഇതാണ് മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ അതിൽ മാർക്ക് ചെയ്തത് 173, 174, 175, 179, 184, 187 and 188. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം. അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത പേജിൽ മാർക്ക് ചെയ്തോളൂ കേട്ടോ. നമ്പേഴ്സ് ശ്രദ്ധിച്ച് കേൾക്കുക, മാർക്ക് ചെയ്യാം. 192, 192, 192, 192. Then 193, 193, 196, 196, 198, 198. അടുത്തത് 207, 207. Then 210, 210. ഒന്നുകൂടെ പറയാണ് നമ്പേഴ്സ്. 192, 193, 196, 198, 207, 210. കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഓക്കെ, വായിക്കാം നമുക്ക്. MVP. എന്താണ്? MVP, മിട്രാൽ വാൽവ് പ്രൊലാപ്സ്. എന്താണ്? മിട്രാൽ വാൽവ് പ്രൊലാപ്സ്. ദാറ്റ് മീൻസ് ഇംപ്രോപ്പർ ക്ലോഷർ ഓഫ് വാൽവ്സ് ആണ് കേട്ടോ. നമ്മുടെ ഹാർട്ട് ഉണ്ടല്ലോ, ഹൃദയത്തിനകത്ത് ഒരുപാട് വാൽവ് ഉണ്ട്. ബൈകസ്പിഡ് വാൽവ്, ട്രൈകസ്പിഡ് വാൽവ്, സെമിലൂണാർ വാൽവുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പറയുന്ന വാൽവുകളുടെ ശരിയല്ലാത്ത, അതായത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ക്ലോഷർ, അടഞ്ഞു പോവില്ലേ, അതാണ് പറയുന്നത് കേട്ടോ. മിട്രാൽ വാൽവ് പ്രൊലാപ്സ് കേട്ടോ. അതാണ് MVP. MVP എന്നാണ് അതിന്റെ ചുരുക്കരൂപം കേട്ടോ. എന്താണ്? നോർമൽ. എന്താണ്? നോർമൽ. ഓക്കെ, അടുത്ത സിംബൽ പഠിക്കാണ്. NA. ക്യാപിറ്റൽ N, സ്മോൾ ലെറ്റർ A ആണ് NA. എന്തിന്റെ സിംബൽ ആണ്? സോഡിയം അല്ലെ? എന്താണ്? സോഡിയം. അടുത്തത് NA. അത് കഴിഞ്ഞിട്ട് N/A. രണ്ടും പറയാം കേട്ടോ. NA എന്നും പറയാം, N/A എന്നും പറയാം. നോട്ട് ആപ്ലിക്കബിൾ. എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കേട്ടോ. അടുത്തത് NaCl. NaCl എന്താണ്? സോഡിയം ക്ലോറൈഡ്. ഉപ്പില്ലേ, ഉപ്പ്, അതിനെയാണ് കേട്ടോ. NaCl എന്താണ്? സോഡിയം ക്ലോറൈഡ്. അടുത്തതാണ് NaD. എന്താണ്? NaD. NaD എന്ന് പറഞ്ഞാൽ നോ അപ്പാരന്റ് ഡിസ്ട്രസ്, അതുപോലെ നോ അപ്രീഷിയബിൾ ഡിസീസ്. രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്. നോ അപ്പാരന്റ് ഡിസ്ട്രസ്, അതായത് നമുക്ക് പറയില്ല, നമുക്ക് കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ നോ അപ്രീഷിയബിൾ ഡിസീസ്, കാര്യമായിട്ടുള്ള വലിയ തകരാറുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ NaD കേട്ടോ. NaD, നോ അപ്പാരന്റ് ഡിസ്ട്രസ് അഥവാ നോ അപ്രീഷിയബിൾ ഡിസീസ്. അടുത്തത് നോക്കൂ. NaH. C ക്യാപിറ്റൽ ഇടണോട്ടോ, O ക്യാപിറ്റൽ ഇടണോട്ടോ. NaHCയില് C കുഞ്ഞായിട്ട് എഴുതിയേക്കുന്നത് C ക്യാപിറ്റൽ ഇടണം, Oയും ക്യാപിറ്റൽ ഇടണം കേട്ടോ. Oയും ക്യാപിറ്റൽ ഇടണം. സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് 3 വരേണ്ടത്, അതായത് വലതുവശത്ത് ചോട്ടിലായിട്ടാണ് 3 വരുന്നത്. NaHCO3 എന്താണെന്നറിയോ? സോഡിയം ബൈകാർബണേറ്റ് കേട്ടോ. എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ്, അതായത് നമ്മുടെ എന്താ പറയാ, അപ്പക്കാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. എന്തിന്റെങ്കിലും ഫ്രണ്ടിൽ നിന്ന് H വരുന്നുണ്ടെങ്കിൽ ബൈ എന്ന്, കെമിസ്ട്രിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കെമിസ്ട്രിയിൽ ഈ പറയുന്ന എന്തിനേലും H ഫ്രണ്ടിൽ വന്ന ബൈ എന്ന് ചേർത്ത് വായിക്കണം കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് കേട്ടോ. അത് എന്നിട്ട് ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആന്റാസിഡ് നമുക്ക് ഈ ഗ്യാസ് മൂലം ചെസ്റ്റ് ബേണൊക്കെ ഉണ്ടാവില്ലേ, നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അതിനകത്ത് ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഒരു കണ്ടന്റ് ഇതാണ് കേട്ടോ, സോഡിയം ബൈകാർബണേറ്റ്. അടുത്തതാണ് NC. NC എന്താണ്? നേസൽ കാനുല. എന്താണ്? നാസൽ കാനുല കേട്ടോ. നാസൽ കാനുല എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ മൂക്കിലൂടെ കടത്തിവിടുന്ന ഒരു ട്യൂബാണ് കേട്ടോ. ട്യൂബാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ടു ഡെലിവർ ദ ഓക്സിജൻ, അല്ല, ഓക്സിജൻ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൂക്കിലൂടെ കടത്തിവിടുന്ന ട്യൂബാണ് കേട്ടോ നേസൽ കാനുല. NG എന്താണ്? NG നാസോ ഗാസ്ട്രിക് കേട്ടോ. ഇതാണ് നാസോ ഗാസ്ട്രിക്. നാസോ ഗാസ്ട്രിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് എന്താണ് പാസേജ് ഓഫ് എന്താ പറയാ, പാസേജ് ത്രൂ നോസ് ഇൻടു ദ സ്റ്റൊമക്ക് കേട്ടോ. ഗാസ്ട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റൊമക്കിലോട്ട് എത്തണം അല്ലെ, മൂക്കിലൂടെ കടത്തി വിട്ട് നമ്മുടെ സ്റ്റൊമക്ക് വരെ എത്തുന്നത് വരെയുള്ള ആ ഒരു പാസേജ്, ആ ഒരു ട്യൂബാണ് കേട്ടോ NG എന്ന് പറയുന്നത്, നാസോ ഗാസ്ട്രിക് കേട്ടോ. NaCO
എന്താണെന്ന് നമുക്കറിയാം അല്ലെ. എന്താണ് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. NIC എന്താണ് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തതാണ് NIDDM. NIDDM എന്താണ് നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. നമ്മള് എന്ന് ചേർക്കാണ്ട് IDDM നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അത് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇത് NIDDM അത് നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ടൈപ്പ് 2 പ്രമേഹമാണ്. രണ്ടാമത്തെ പ്രമേഹം ടൈപ്പ് 2. IDDM നമ്മൾ പറഞ്ഞത് ഇൻസുലിൻ ഡിപെൻഡന്റ് ആണ്, അത് ടൈപ്പ് 1 ആണ് കേട്ടോ. NIDDM എന്ന് പറയുന്നത് ടൈപ്പ് 2 ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് NKA ആണ് കേട്ടോ. NKA എന്താണെന്ന് അറിയാമോ? നോൺ അലർജീസ് ആണ് കേട്ടോ. നോൺ അലർജീസ്, അതായത് പെട്ടെന്ന് എന്താണ് അലർജീസുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അലർജികളൊന്നും തന്നെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നോൺ അലർജീസ്. നമ്മൾ പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും അല്ലെ, എന്തെങ്കിലും അലർജി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നോൺ അലർജീസ്, അലർജീസ് ഒന്നും ഇല്ലെങ്കിൽ NKA, ദാറ്റ് മീൻസ് നോൺ അലർജീസ്. അടുത്തതാണ് NKDA. NKDA എന്താണ് നോൺ ഡ്രഗ് അലർജീസ് കേട്ടോ. അതാണ് ഡ്രഗ് മരുന്നിന്റെ അലർജി പറയുമ്പോൾ NKDA എന്ന് ചേർക്കും കേട്ടോ. നോൺ ഡ്രഗ് അലർജീസ്. ഓക്കെ, അടുത്തതാണ് NPA. എന്താണ് NPA? നാസോഫാരിൻഗെയിൽ എയർവേ. എന്താണ് നാസോഫാരിൻഗെയിൽ എയർവേ ആണ് കേട്ടോ. അതായത് ഒരു നോസ്ട്രിൽസ് വഴിയായിട്ട് നമ്മൾ കടത്തിവിടുന്ന ഒരു എന്താ പറയുക എയർവേ ആണ് കേട്ടോ. എയർവേ ആണ്, ദാറ്റ് മീൻസ് നമ്മുടെ മൂക്കിലൂടെ കടത്തിവിടുന്ന ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള ട്യൂബ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ എയർവേ ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എയർവേയില് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂക്കിലൂടെ കടത്തിവിടുന്ന ട്യൂബാണ് കേട്ടോ നാസോഫാരിൻഗെയിൽ എയർവേ കേട്ടോ. നാസോഫാരിൻഗെയിൽ എയർവേ. ഓക്കെ, അടുത്തതാണ് NPO. നിൽ പെർ ഓയസ്. എന്താണ് നിൽ പെർ ഓയസ്? നിൽ പെർ ഓയസ് എന്ന് വെച്ചാല് നത്തിങ് ബൈ മൗത്ത് എന്നാണ് കേട്ടോ അർത്ഥം. നത്തിങ് ബൈ മൗത്ത്, അതായത് വായിലൂടെ ഒന്നും എടുക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് നമ്മളിപ്പോ സർജറിക്കൊക്കെ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല, പറയാറില്ലേ? നത്തിങ് ബൈ മൗത്ത് ആണ് കേട്ടോ. അതാണ് നിൽ പെർ ഓയസ് എന്ന് വെച്ചാൽ നത്തിങ് ബൈ മൗത്ത് എന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ സർജറിക്കൊക്കെ പോകുന്ന സമയത്ത് അവർ പറയും ഹാർഡായിട്ടുള്ളതൊന്നും കഴിക്കരുത് എന്നുള്ള അർത്ഥം. അതാണ് നത്തിങ് ബൈ മൗത്ത്, വായിലൂടെ ഒന്നും കഴിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ NPO. ഓക്കെ, അടുത്തതാണ് NS. NS എന്താണ് നോർമൽ സലൈൻ. ഈ നോർമൽ സലൈൻ ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുമ്പോൾ അറിയാൻ പറ്റും, അതിനകത്ത് NS എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. നോർമൽ സലൈൻ കേട്ടോ. നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ നെബുലൈസ് ഒക്കെ ചെയ്യുമ്പോൾ സലൈൻ വാട്ടർ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യും. അല്ലെങ്കിൽ സലൈൻ വാട്ടർ പലതിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ പറയുന്ന എന്താ പറയാ മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊന്ന് എന്താ പറയാ അതിനൊക്കെ ആയിട്ട് സലൈൻ വാട്ടർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ആവി പിടിക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ജിസില നോർമൽ സലൈൻ കേട്ടോ NS. അടുത്തതാണ് NSR. എന്താണ് NSR? എന്താണെന്നറിയാമോ? നോർമൽ സൈനസ് റിതം. എന്താണ് നോർമൽ സൈനസ് റിതം? അതായത് നോർമൽ ഹാർട്ട് റിതം ആണ് കേട്ടോ. നോർമൽ ഹാർട്ട് റിതം ആണ്, സാധാരണ ഹാർട്ട് റിതം ആണ്. ദാറ്റ് ഇസ് ഒറിജിനേറ്റഡ് ഫ്രം ദി സൈനോയിട്രിയം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചാൽ മതി. നോർമൽ സൈനസ് റിതം എന്ന് വെച്ചാൽ നോർമൽ ഹാർട്ട് ബീറ്റ് ആണ് കേട്ടോ. ഹാർട്ടിന്റെ താളമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് NTG. NTG എന്താണ് നൈട്രോഗ്ലിസറൈൻ. എന്താണ് നൈട്രോഗ്ലിസറൈൻ എന്ന് പറഞ്ഞാല് the medicine that is used for the angina pectoris. പഠിച്ചിരുന്നു കേട്ടോ. ആൻജിന പെക്ടോറിസ് എന്താണെന്ന് പറഞ്ഞത് നെഞ്ചുവേദനയാണല്ലേ. നമ്മുടെ ഹൃദയത്തിലേക്ക് ബ്ലഡിന്റെ ഫ്ലോ കുറയുമ്പോൾ നമ്മുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന അതിശക്തമായിട്ടുള്ള പെയിൻ ആണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്ന, അതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ നൈട്രോഗ്ലിസറിൻ NTG. അടുത്തതാണ് N/V. എന്താണ് N/V? എന്താണ് നോസിയ ആൻഡ് വോമിറ്റിംഗ് ആണ് കേട്ടോ. നോസിയ ആൻഡ് വോമിറ്റിംഗ്, നമുക്കൊരു ഓക്കാനം ഛർദിക്കാൻ വരിക അതൊക്കെയാണ് കേട്ടോ N/V എന്ന് പറയാം. ഇനി N/V/D, ഒരു ഡിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. N/V എന്തായിരുന്നു? നോസിയ ആൻഡ് വോമിറ്റിംഗ് ആണ്. N/V/D എന്ന് പറയുമ്പോൾ
നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. ഡയേറിയയും കൂടെ വരുന്നുണ്ട്, വയറിളക്കം അല്ലെ, വയറിളക്കമാണ് ഉദ്ദേശിക്കുന്നത് ഡയേറിയ. അടുത്തതാണ് NVD. എന്താണ് NVD? നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. എന്താണ് നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്ക് കഴുത്തിന്റെ ഭാഗത്തുള്ള ഒരു വെയിൻ ഉണ്ട്, ഹാർട്ടിന് പോകുന്ന ബ്രെയിനിൽ നിന്നൊക്കെ വരുന്നതാണ്. ആ ഒരു കണക്ട് ചെയ്യുന്ന ഒരു വെയിൻ ഉണ്ട്, ആ വെയിൻ എൻലാർജ് ചെയ്യുന്ന അവസ്ഥയാണ് കേട്ടോ, വലുതാകുന്ന ഒരു അവസ്ഥയാണ് നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. എന്താണ് നോസിയ, ഓക്കാനമാണ് കേട്ടോ, ഓക്കാനം ടെൻഡൻസി ടു വോമിറ്റ്. ഓക്കെ, വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണ്, അതാണ് നോസിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. N/V/D രണ്ടിനിടയിൽ സ്ലാഷ് വരുമ്പോ നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ എന്നാണ്. സ്ലാഷ് ഇല്ലാതെ NVD എന്നാണെങ്കിൽ അത് വേറെയാണ്, അതിന്റെ എക്സ്പാൻഷൻ നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ ആണ് കേട്ടോ, നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. അടുത്തത് O2 എന്താ? O2 എന്താ? ഓക്സിജൻ അല്ലെ, ഓക്സിജൻ ആണ് കേട്ടോ. 2 ശരിക്കും താഴെയായിട്ടാണ് വരുന്നത് കേട്ടോ. O2 എന്താണ്? ഓക്സിജൻ. നമ്മൾ CO2 പഠിച്ചില്ലേ, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ O2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. അടുത്തതാണ് OB എന്താണ്? ഒബ്സ്ട്രക്റ്റിസ്. എന്താണ്? ഒബ്സ്ട്രക്റ്റിസ് എന്താണ്? ഈ പറയുന്ന ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി ഒക്കെ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്. സോ OB എന്താണ്? ഒബ്സ്ട്രക്റ്റിസ്. ഓക്കെ, ക്ലിയർ ആയോ? 192, 193, 196, 198, 207, 210. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാൻ നമുക്ക് മാർക്ക് ചെയ്തോളൂ കേട്ടോ. 212 ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്തോളൂ. 212, 214, 214, 214, 216, 216, 216, 224, 224, 227, 227. എത്ര എണ്ണാണ്? 5 എന്നല്ലേ വരുന്നത്? 212, 214, 216, ഓക്കെ, 224, 227. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വായിക്കാം നമുക്ക്. OBS എന്താണ്? OBS എന്ന് പറഞ്ഞാല് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം കേട്ടോ. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മോശമാവുന്നത് മൂലം നമുക്ക് വൈകാരികമായിട്ടായാലും നമുക്ക് ഓർമ്മ, നമ്മുടെ ചിന്ത, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തകരാറുകൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം കുറവ് മൂലം നമുക്ക് ഓർമ്മിക്കാൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ വരാം, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, അങ്ങനെയുള്ള തകരാറുകൾ കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം, OBS കേട്ടോ. അടുത്തത് ODക്ക് പല എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. ഓവർഡോസ്, OD എന്നാണ് പറയുക, ഓവർഡോസ്. റൈറ്റ് ഐ എന്ന് പറയാറുണ്ട് കേട്ടോ, റൈറ്റ് ഐ. പിന്നെ അടുത്തത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പിന്നെ ഔട്ട്സൈഡ് ഡയമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഈ പറയുന്ന എക്സ്പാൻഷൻസ് കംപ്ലീറ്റ് വരും കേട്ടോ. ODയുടെ ഏതൊക്കെയാണ്? ഓവർഡോസ്, റൈറ്റ് ഐ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഓക്കെ, ഇത്ര എക്സ്പാൻഷൻസ് ഉണ്ട് കേട്ടോ ODക്ക്. അടുത്തതാണ് OP എന്താണ് അറിയാലോ? ഔട്ട് പേഷ്യന്റ് ആണ്. അടുത്തത് OPA എന്താണ്? OPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറോഫാരിംഗിയൽ എയർവേ. എന്താണ്? ഓറോഫാരിംഗിയൽ എയർവേ. അതൊരു മെഡിക്കൽ ഡിവൈസ് ആണ്. ദാറ്റ് ഈസ് ഇൻസർട്ടഡ് ടു മൗത്ത് ആൻഡ് ഫാരിങ്സ് ടു മെയിൻറ്റെയിൻ എയർവേ ഓപ്പൺ. നമ്മുടെ എയർവേ ഓപ്പൺ ചെയ്തിരിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ വായിലൂടെയും ഫാരിങ്സ് ഉണ്ടല്ലോ, നമ്മുടെ ശ്വസനനാളം, അതിലൂടെ കടത്തിവിടുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് കേട്ടോ. എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, തടസ്സമൊന്നുമില്ലാതെ എയർവേ, ആ പാസേജ് നല്ല എയർവേ പാസേജ് നല്ല ഫ്ലോയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൗത്തിലൂടെയും ഫാരിങ്സിലൂടെയും ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കേട്ടോ ഓറോഫാരിംഗിയൽ എയർവേ. അടുത്തതാണ് OR എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് റൂം. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം ആണ്. OS എന്താണ്? ലെഫ്റ്റ് ഐ ആണ്. നമ്മൾ നേരത്തെ OD പറഞ്ഞപ്പോ റൈറ്റ് ഐ എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ OS എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ഐ ആണ് കേട്ടോ. OU എന്താണെന്നറിയോ? OU ബോത്ത് ഐസ്, രണ്ട് കണ്ണുകളായിട്ട് പെടും കേട്ടോ. അപ്പൊ OD റൈറ്റ് ഐ, OS ലെഫ്റ്റ് ഐ. ഓക്കെ, OU എന്താണ്? ബോത്ത് ഐസ് കേട്ടോ. അടുത്തത് OZ എന്താ? സ്മോൾ ലെറ്റർ ആണ്. OZ ഔൺസ് കേട്ടോ. എന്താണ്? ഔൺസ്. P ഒരു ഹൈഫൺ,
ആഫ്റ്റർ ആണ് കേട്ടോ. നമ്മൾ തുടക്കം സഫിക്സ് പഠിച്ചിരുന്നു, എ പഠിച്ചിരുന്നു. എ സ്ലാഷ് ആകുമ്പോ ബിഫോർ അല്ലേ നമ്മൾ പറഞ്ഞേ, എന്നതുപോലെ ബി സ്ലാഷ് അല്ല ബി ഹൈഫൺ ആണെങ്കിൽ ആഫ്റ്റർ കേട്ടോ. ആഫ്റ്റർ. പി സി എന്താണ്? ആഫ്റ്റർ മീൽ. നമ്മൾ അവിടെ എ സി പഠിച്ചിരുന്നു, ബിഫോർ മീൽസ്. എന്നതുപോലെ പി സി എന്താണ്? ആഫ്റ്റർ മീൽസ് ആണ് കേട്ടോ. ആഫ്റ്റർ മീൽസ്. ഓക്കെ. അടുത്തത് പി സിഒ ടു. എന്താണ് പി സിഒ ടു? സിഒ ടു എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്. സിയും ഓയും ഒക്കെ ക്യാപിറ്റൽ വേണം കേട്ടോ. പി സിഒ ടു എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സിയും ഓയും ക്യാപിറ്റൽ വേണം കേട്ടോ. പി സിഒ ടു എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് പി ഡി ആർ. പി ഡി ആർ എന്താണ്? ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്. എന്താണ്? ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്. അതിന്റെ ചുരുക്കരൂപമാണ് പി ഡി ആർ. അടുത്തത് പിഇ. പിഇ എന്താണ്? പൾമണറി എംബോളിസം ഫിസിക്കൽ എക്സാമിനേഷൻ. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പൾമണറി എംബോളിസം അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ. അങ്ങനെ രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്. അടുത്തതാണ് പിഇഎ. പിഇഎ പൾസിലസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. എന്താണ്? പൾസിലസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കേട്ടോ. അതൊരു ടൈപ്പ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ആണ് കേട്ടോ. ഹാർട്ടിന് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, പക്ഷെ പൾസ് ഇല്ലാത്തൊരവസ്ഥ. അതാണ് ഒരു ടൈപ്പ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ആണത്. അതായത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, പക്ഷെ പൾസ് ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതാണ് കേട്ടോ പിഇഎ, പൾസിലസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. അടുത്തത് പേൾ. PEARL പേൾ എന്താണ്? പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. ഇത് ഏത് പ്യൂപ്പിൾ ആണെന്ന് അറിയോ? പ്യൂപ്പിൾ നമ്മുടെ കൃഷ്ണമണിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പ്യൂപ്പിള് കേട്ടോ. പ്യൂപ്പിൾ. പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. അതായത് നമ്മുടെ കൃഷ്ണമണികള് രണ്ടും ഈക്വൽ ആണ് ആൻഡ് ഈക്വലി റിയാക്റ്റീവ് ടു ലൈറ്റ്. ലൈറ്റിനോട് ഈക്വൽ. നമുക്കറിയാം ലൈറ്റ് തീവ്രപ്രകാശം കുറയുമ്പോഴേക്ക് നമ്മുടെ കൃഷ്ണമണിയുടെ അത് വലുതാവും ചെറുതാവും കണ്ടിട്ടില്ലേ ആ സംഭവം. അപ്പൊ പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. അതായത് കൃഷ്ണമണികൾ രണ്ടും ഒരുപോലെയാണ്, ഒരേ വലുപ്പമാണ്, ലൈറ്റിനോട് ഒരേ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് പേൾ. പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. ടെഡ്. ടെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിയാട്രിക്സ് ആണ് കേട്ടോ. പീഡിയാട്രിക്സ്. അടുത്തതാണ് പീപ്പ്. PEEP എന്താണ്? പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. എന്താണ്? പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ ആണ് കേട്ടോ. പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്നതിന്റെ ചുരുക്കരൂപമാണ് PEEP. അടുത്തതാണ് PERL. PERL എന്ന് പറഞ്ഞാല് പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. നേരത്തെ തന്നെ കേട്ടോ. PEARL പറഞ്ഞ പോലെ തന്നെയാണ് PERL. പ്യൂപ്പിൾ ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. അടുത്തത് നോക്കുക കേട്ടോ. PERRL. രണ്ട് ആറും, ഒരു ആറും കൂടെ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്. പ്യൂപ്പിൾസ് ഈക്വൽ റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. പ്യൂപ്പിൾസ് ഈക്വൽ റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. അതാണ് രണ്ട് ആറ് വന്നത് കേട്ടോ. ഒരു റൗണ്ട് എന്നുള്ള ആറ് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് PH. PH കറക്റ്റ് ആണ്. PH എന്താണ്? ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേറ്റ്. കേട്ടില്ലേ PH വാല്യൂ? നമ്മുടെ രക്തത്തിന്റെ PH വാല്യൂ 7.43 അല്ലെ? ഓക്കെ. അപ്പൊ PH എന്താണ്? ഹൈഡ്രജൻ അയൺ. H എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആണ് കേട്ടോ. അവിടെ PH എന്ന് വെച്ചാൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ്. അടുത്തത് PPID. PPID ഇതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കേട്ടോ. അതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ദാറ്റ് മീൻസ് ദ ഡിസീസ് ദാറ്റ് അഫക്റ്റിംഗ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കേട്ടോ. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കേട്ടോ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അടുത്തത് PNT. PNT എന്താണ്? പാരോക്സിമൽ നൊക്ടേണൽ ഡിസെപ്നിയ. എന്താണ്? പാരോക്സിമൽ നൊക്ടേണൽ ഡിസെപ്നിയ കേട്ടോ. ഡിസ്ലിയ എന്നാണ് വായിച്ചത്. P അവിടെ ഉച്ചരിക്കില്ല കേട്ടോ. ഡിസ്ലിയ. ഡിസ്ലിയ കേട്ടോ. ഓക്കെ. പാരോക്സിമൽ നൊക്ടേണൽ ഡിസ്ലിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന ശ്വാസതടസ്സം. നൊക്ട് നമ്മൾ പഠിച്ചതാണ്. നൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് ഇതേ മെഡിക്കൽ ടെർമിനോളജിയില്. ഡിസ്നിയ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്. അത് രണ്ടും അറിയാമെങ്കിൽ പാരോക്സിമൽ നൊക്ടേണൽ ഡിസ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന സഡൻ അൺകൺട്രോൾഡ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്. പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ വരുന്ന ഒരു സഡൻ എന്താ പറയാ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ് കേട്ടോ. പാരോക്സിമൽ നൊക്ടേണൽ ഡിസ്ലിയ. നൊക്ട് എന്ന് പറയുന്നത് നൈറ്റ് ആണ്. ഡിസ്ലിയ നമ്മൾ പഠിച്ചതാണ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഓക്കെ. ക്ലിയർ ആയോ? അപ്പൊ 212, 214, 216, 224, 227 കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പേജിലോട്ട് പോവാം. ഓക്കെ. നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്യാം കേട്ടോ. 240, 240 മാർക്ക് ചെയ്തോളൂ. 240.
242 242, 245 245, 253 253, 255 255. ഒന്നുകൂടെ വായിക്കാം. 240, 242, 245, 253, 255. ഓക്കെ, വായിക്കാം കേട്ടോ. PO, PO എന്താണ്? പെർ OS, പെർ OS ബൈ മൗത്ത്. നമ്മൾ നേരത്തെ മിൽ പെർ OS എന്ന് പഠിച്ചില്ലേ? നത്തിങ് ബൈ മൗത്ത്, OS മൗത്ത് ആണെന്ന് മനസ്സിലായല്ലോ. എന്നതുപോലെ PO എന്ന് പറയുന്നത് പെർ OS ബൈ മൗത്ത് കേട്ടോ, വായിലൂടെ തന്നെ എടുക്കുന്ന അർത്ഥമാണ്. PO എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഓപ്പറേറ്റീവ് അഥവാ പോസ്റ്റ് OP എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ് അഥവാ പോസ്റ്റ് OP എന്ന് പറയാം. അടുത്തതാണ് PO2, O ക്യാപിറ്റൽ വേണം കേട്ടോ. O ക്യാപിറ്റൽ വേണം. നമ്മൾ നേരത്തെ PCO2 പഠിച്ചു, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അതുപോലെ തന്നെയാണ് PO2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഓക്കെ. PRN, PRN എന്ന് പറഞ്ഞാൽ പ്രോ റിനാറ്റ. എന്താണ്? പ്രോ റിനാറ്റ. ദാറ്റ് മീൻസ് ആസ് നീഡഡ്, ആസ് റിക്വയർഡ് എന്നിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. PSI, PSI എന്താണ്? പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. എന്താണ്? പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്നതിന്റെ അബ്രിവിയേറ്റഡ് ഫോം ആണ് PSI. PSVT, എന്താണ്? PSVT, പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ. എന്താണ്? പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ കേട്ടോ. ടക്കികാർഡിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ടക്കികാർഡിയ നമുക്കറിയാലോ എന്താണ്? ഹാർട്ടിന്റെ വേഗത, ബീറ്റിംഗ് കൂടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. വളരെ വേഗത്തിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ടക്കികാർഡിയ കേട്ടോ. പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ കേട്ടോ, PSVT. അടുത്തത് PT, സ്മോൾ ആണ്. PT, പേഷ്യന്റ് കേട്ടോ, പേഷ്യന്റ്. അത് തന്നെ ക്യാപിറ്റൽ എഴുതിയ വേറെയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക. സ്മോൾ PUT ആണെങ്കിൽ പേഷ്യന്റ് PT, ക്യാപിറ്റൽ PT ആണെങ്കിൽ ഫിസിക്കൽ തെറാപ്പി. എന്താണ്? ഫിസിക്കൽ തെറാപ്പി കേട്ടോ. PTA, PTA എന്താണ്? പ്രയർ ടു അഡ്മിഷൻ, അഡ്മിഷന് മുൻപ്. അതുപോലെ പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്, അങ്ങനെയുണ്ട് കേട്ടോ. ഏതാണ്? പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ പോലെയാണ് കേട്ടോ. ഫാക്ടർ പോലെ ഒരു ഫാക്ടർ ആണ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. അപ്പൊ രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്, പ്രയർ ടു അഡ്മിഷൻ, പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. PTT, PTT, പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. എന്താണ്? പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ആണ് കേട്ടോ. അതെന്ന് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ടൈം ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം ആണ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. PVC, PVC, പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ്. അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. പിന്നെ നമുക്കറിയാം PVC പൈപ്പ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പോളിവിനൈൽ ക്ലോറൈഡ് കേട്ടോ. രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്. ഇതിന് പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ്, ഒരെണ്ണം പോളിവിനൈൽ ക്ലോറൈഡ് കേട്ടോ. PVC, പോളിവിനൈൽ ക്ലോറൈഡ്. അടുത്തത് PVD, PVD എന്താണ്? പെരിഫറൽ വാസ്കുലാർ ഡിസീസ്, പെരിഫറൽ വാസ്കുലാർ ഡിസീസ് കേട്ടോ. PVD. Q, സ്മോൾ ലെറ്റർ ആണ്. Q, എവരി, എവരി. QD എന്താണ്? QD, എവരി ഡേ. Q, എവരി. QD ആണെങ്കിൽ എവരി ഡേ. QH, എവരി അവർ. ഓക്കെ, എവരി അവർ. QID, QID എന്താണ്? 4 ടൈം എ ഡേ. അതായത് ദിവസത്തിൽ 4 പ്രാവശ്യം കേട്ടോ. QID, 4 ടൈം എ ഡേ. QOD, QOD എന്ന് പറഞ്ഞാൽ എവരി അതർ ഡേ. എവരി അതർ ഡേ എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് കേട്ടോ. ഇന്റർമീഡിയറ്റ് ഡേയ്സ്. ഇന്ന്, നാളെ ഇല്ല, മറ്റന്നാള്, അങ്ങനെ പറയില്ലേ? ഒന്നിടവിട്ട ദിവസങ്ങൾ കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. QOD, എവരി അതർ ഡേ എന്നാണ്. ആൾട്ടർനേറ്റീവ് ഡേയ്സ് അഥവാ ഇന്റർമീഡിയറ്റ് ഡേയ്സ് ആണ്. RA എന്താണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കേട്ടോ. അഥവാ വേറൊരു എക്സ്പാൻഷൻ ഉണ്ട്, റൈറ്റ് ഏട്രിയം. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ അറയാണ് കേട്ടോ, റൈറ്റ് ഏട്രിയം. അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. പിന്നെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കേട്ടോ, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ അത്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അടുത്തത് RAD, RAD എന്ന് പറയുന്നത് റിയാക്റ്റീവ് എയർവേ ഡിസീസ്, റിയാക്റ്റീവ് എയർവേ ഡിസീസ്. അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ, റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. ഏതൊക്കെയാണ്? റിയാക്റ്റീവ് എയർവേ ഡിസീസും റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. ഓക്കെ. RBC അറിയാലോ, റെഡ് ബ്ലഡ് സെല്ല് അല്ലെ. RH പഠിച്ചതാണ് നമ്മള് ഇന്ദില ബ്ലഡ് ബാങ്കിനകത്ത് അല്ലെ. റീസസ് ബ്ലഡ് ഫാക്ടർ അല്ലെ, റീസസ് ഫാക്ടർ. RH എന്നാണ് റീസസ് ബ്ലഡ് ഫാക്ടർ. പിന്നെ വേറൊരു കൂടി റോഡിയം, അത് ഒരു സിമ്പിൾ ഒരു എലമെന്റ് ആണ് കേട്ടോ, റോഡിയം. അതിനെ നമ്മൾ RH എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക കേട്ടോ.
അപ്പൊ റീസസ് ഫാക്ടർ ഉണ്ട്, റോഡിയം ഉണ്ട് കേട്ടോ. റോഡിയം ഒരു ഇലമെന്റ് ആണ്. RH ക്യാപിറ്റൽ ആണ് RH, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് കേട്ടോ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെയാ 240, 242, 245, 253, 255. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം, എടുത്തോളൂ. നെക്സ്റ്റ് പേജിലോട്ട് മാർക്ക് ചെയ്തോളൂ. 259, 259, 259, 261, 261, 264, 264, 267, 267, 268, 268, 273, 273. Then last 275, 275. ഒന്നുകൂടെ പറയാണ്, 259, 261, 264, ഓക്കെ, 267, 268, 273, 275. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വായിക്കാം. RL എന്താണ്? റിംഗേഴ്സ് ലാക്ടേറ്റ്. എന്താണ്? റിംഗേഴ്സ് ലാക്ടേറ്റ്. എന്നിട്ട് IV ഫ്ലൂയിഡ് ഇല്ലേ, IV ഫ്ലൂയിഡ് നമ്മളിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ മുകളിൽ തൂക്കിയിടില്ല സംഭവം കേട്ടോ. റിംഗേഴ്സ് ലാക്ടേറ്റ് കേട്ടോ, RL. അടുത്തത് RLL എന്താണെന്ന് അറിയോ? റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് കേട്ടോ. RLL റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. RLQ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ഇതുപോലെ നമ്മുടെ LLQ ഒക്കെ പഠിച്ചിരുന്നു കേട്ടോ. അതുപോലെ റൈറ്റ് വെച്ചിട്ടാണ് RLL റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് ആണ്. ഓക്കെ, RLQ വരുമ്പോ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ ആണ്, എന്നല്ല അബ്ഡോമൻ ആണ് കേട്ടോ. RM എന്താണ്? രജിസ്റ്റേർഡ് നഴ്സ്. R/O റൂൾ ഔട്ട്. എന്താണ്? റൂൾ ഔട്ട് കേട്ടോ. R/O റൂൾ ഔട്ട്. ROM എന്താണ്? റേഞ്ച് ഓഫ് മോഷൻ, റപ്ചർ ഓഫ് മെംബ്രെയിൻ. രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്, റേഞ്ച് ഓഫ് മോഷൻ, റപ്ചർ ഓഫ് മെംബ്രെയിൻ. RUL എന്താണ്? റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. UL എന്നിരിക്കുന്ന റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. RUQ എന്താണ്? റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ. RUQ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. RX പ്രിസ്ക്രിപ്ഷൻ. RX പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്താ പറയാ, ആ ലെറ്റർ പാഡ് നോക്കി അതിന്റെ മുകളിൽ മൂലൊക്കെ ചിലപ്പോൾ RX എന്ന് കാണാം കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ ആണ്. S- എന്താണ്? വിത്തൗട്ട് കേട്ടോ. SC സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ്. എന്താണ്? സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ. സബ്ക്യൂട്ടേനിയസ് കേട്ടോ, അതിനർത്ഥം അണ്ടർ ദ സ്കിൻ ആണ്. നമ്മുടെ സ്കിന്നിന്റെ അടിയിലുള്ള സെക്രീറ്ററി കമ്പോണന്റ്. നമ്മൾ സെബം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് ഓർമ്മയുണ്ടോ? ടെർമിനോളജി പറഞ്ഞ സെബം ഈ നമ്മുടെ ഈ പറയുന്ന ചർമ്മത്തിന്റെ അടിയിൽ ഒരു പ്രത്യേക ഒരു ഓയിലി അതൊക്കെ ഫോം ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. സെബേഷ്യസ് ഗ്ലാൻഡ് എന്നതുപോലെ തന്നെ കേട്ടോ. സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ് കേട്ടോ. സബ്ക്യൂട്ടേനിയസ് കേട്ടോ, അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ. SICU ചോദിച്ചിട്ടുണ്ട് കേട്ടോ. SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. SIDS സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രം. SL സബ്ലിംഗ്വൽ. SL എന്താണ്? സബ്ലിംഗ്വൽ. ഓക്കെ. SOB ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ഓക്കെ, ശ്വാസം കുറെ കിട്ടാത്ത ഒരു അവസ്ഥ കേട്ടോ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. SQ സബ്ക്യൂട്ടേനിയസ്. എന്താണ്? സബ്ക്യൂട്ടേനിയസ്. ദാറ്റ് മീൻസ് അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ. അണ്ടർ ദ സ്കിൻ. SS സ്മോൾ ലെറ്റർ ആണ്. SS ഹാഫ് കേട്ടോ. ഹാഫ്. S/F അത് സ്ലാഷും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. സൈൻസ് ആൻഡ് സിംറ്റംസ്. ഓക്കെ, സൈൻസ് ആൻഡ് സിംറ്റംസ് മാറിപ്പോകരുത്. സ്മോൾ SS ഹാഫ് ആണെങ്കിൽ S/F ക്യാപിറ്റൽ ലെറ്റർ ആണ്. സൈൻസ് ആൻഡ് സിംറ്റംസ്. സ്റ്റാറ്റ് ഇമ്മീഡിയറ്റ്ലി കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം ഇമ്മീഡിയറ്റ്ലി എന്ന എക്സ്പാൻഷൻ ഫോമിന്റെ അബ്രീവിയേറ്റഡ് ഫോം ഏതാന്ന് ചോദിക്കാം കേട്ടോ. ഇമ്മീഡിയറ്റ്ലിയുടെ സ്റ്റാറ്റ് ആണ് സ്റ്റാറ്റ്. STD മുമ്പ് ചോദിച്ചിട്ടുണ്ട്. STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. STD എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. SQ നമ്മൾ പറഞ്ഞു സബ്ക്യൂട്ടേനിയസ് ആണ്. SQ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെ സബ്ക്യൂട്ടേനിയസ് ട്ടോ. SQ എന്നും പറയാം, SUB SubQ എന്നും പറയാം. SVT
supraventricular tachycardia. Supraventricular tachycardia. Tachycardia എന്ന് വെച്ചാൽ അറിയാലോ, ഹാർട്ടിന്റെ റിതം സാധാരണത്തെക്കാൾ സ്പീഡിലാവുന്ന അവസ്ഥയാണ് കേട്ടോ. supraventricular tachycardia. SX symptoms മാറിപ്പോവരുത്. RX prescription. SX എന്താ symptoms. SYM എന്ന് പറഞ്ഞാലും symptoms തന്നെയാണ് കേട്ടോ. SX symptoms ആണ്, SYM എന്ന് പറഞ്ഞാലും symptoms ആണ്. 259, 261, 264, 267, 268, 273 and 275. Okay. നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം. മാർക്ക് ചെയ്തോളൂ. 281 281 കേട്ടോ. 281 281, 282 282, 283 283, 294 294, 299 299, 301 301, 303 303. എന്നോട് പറയാണ് 281, 281, 282, 283, 294, 299, 301 301, 303 303. ഓക്കെ. ടാബ്. ടാബ് എന്ന് വെച്ചാൽ ടേബിൾ ആണ് കേട്ടോ. ടാബ്ലറ്റ് എന്ന് വിചാരിക്കരുത്, ടേബിൾ ആണ് കേട്ടോ. ടേബിൾ. ഓക്കെ. TB. TB നമ്മൾ കേട്ടിട്ടുണ്ട്. TB എന്നല്ലേ നമ്മൾ പറയുന്നത്. ക്ഷയരോഗം അല്ലെ, ട്യൂബർകുലോസിസ്. ഓക്കെ. TBA. TB എന്താണ്? ടു ബി അഡ്മിറ്റഡ് അല്ലെങ്കിൽ ടു ബി അനൗൺസ്ഡ്. രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്. ടു ബി അഡ്മിറ്റഡ് അഥവാ ടു ബി അനൗൺസ്ഡ്. TBSP അറിയാലോ, ടേബിൾ സ്പൂൺ. കുറച്ചുകൂടെ വലിയ സ്പൂൺ ആണ് കേട്ടോ. TBSP ടേബിൾ സ്പൂൺ. ടെക്. ടെക് എന്താ? ടെക്നീഷ്യൻ അഥവാ ടെക്നോളജിസ്റ്റ് എന്ന് പറയാം. ടെക്നീഷ്യൻ പറയാം, ടെക്നോളജിസ്റ്റ് പറയാം കേട്ടോ. അടുത്തത് TIA. TI എന്ന് പറഞ്ഞാല് ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് ആണ് കേട്ടോ. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് എന്ന് വെച്ചാൽ മൈനർ സ്ട്രോക്ക്. അത്രയേ ഉള്ളൂ കേട്ടോ. മൈനർ സ്ട്രോക്ക് അതായത് സ്ട്രോക്കിന്റെ വലിയ രീതിയിൽ വരെയല്ല, പെർട്ടിക്കുലർ ഒരു പ്രത്യേക ഒരു സെക്കൻഡിൽ ഇങ്ങനെ പെട്ടെന്നൊരു എന്താ മൈനർ സ്ട്രോക്ക് പോലെ വരും. മൈനർ സ്ട്രോക്കിനെയാണ് TIA എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക്. അതായത് പെട്ടെന്നൊരു നിമിഷത്തേക്ക് ഒരു ഇതുപോലെ വരാണ് ഒരു ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, മൈനർ സ്ട്രോക്ക് ആണ്. വലിയ രീതിയിൽ വരുന്നതല്ല, മൈനർ ആയിട്ട് വന്നു പോകുന്ന സ്ട്രോക്ക് ആണ് കേട്ടോ. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് എന്നാണ് പറയാ. TID 3 times a day. നേരത്തെ നമ്മൾ QID പഠിച്ചത് ഓർമ്മയുണ്ടോ? QID 4 times a day. അതുപോലെ TID എന്ന് പറഞ്ഞാല് 3 times a day കേട്ടോ. ദിവസത്തില് 3 പ്രാവശ്യം. അടുത്തത് TKO. TKO to keep open. To keep open. Okay. TKO to keep open. TPR. TPR ഏതാണ്? ടെമ്പറേച്ചർ പൾസ് റെസ്പിറേഷൻ. പഠിച്ചു വെക്കുന്നോണ്ടാ അടുത്ത തേർഡും ഫോർത്തും മൊഡ്യൂളിലൊക്കെ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട് ഈ ഒരു അബ്രീവിയേറ്റഡ് ഫോം. TPR. T for temperature, P for pulse, R for respiration. ചിലപ്പോൾ TPR P stands for എന്നൊക്കെ പറഞ്ഞിട്ടാവും നിങ്ങളോട് ചോദിക്കാം. ഓക്കെ. അപ്പൊ T for temperature, P for pulse, R for respiration. TSP എന്താണ്? ടീസ്പൂൺ. ടീസ്പൂൺ. TX ട്രീറ്റ്മെന്റ്. RX എന്തായിരുന്നു? പ്രിസ്ക്രിപ്ഷൻ അല്ലെ. SX എന്തായിരുന്നു? സിംറ്റംസ്. TX എന്താ? ട്രീറ്റ്മെന്റ് കേട്ടോ. TX എന്താ? ട്രീറ്റ്മെന്റ്. U എന്താ? യൂണിറ്റ് കേട്ടോ. യൂണിറ്റ്. UA യൂറിനാലിസിസ് അല്ലെ. യൂറിനാലിസിസ് നമ്മൾ മറ്റേ ലാബ് പഠിച്ചപ്പോ ഒരു വിഭാഗം യൂറിനാലിസിസ് അല്ലെ. അതായത് നമ്മൾ യൂറിൻ ടെസ്റ്റ് നടത്തിയിട്ട് രോഗനിർണയം നടത്തുന്നു അല്ലെ. UA യൂറിനാലിസിസ്. UE എന്താണ്? അപ്പർ എക്സ്ട്രിമിറ്റി. അപ്പർ എക്സ്ട്രിമിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം ഉണ്ട് കേട്ടോ. അപ്പർ എക്സ്ട്രിമിറ്റി പ്രത്യേകിച്ച് നമ്മുടെ മുകൾ ഭാഗത്തുള്ള കൈകള്, ആംസ്, വിരലുകള് അതൊക്കെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. അതുപോലെ അതിൽ വരുന്ന അപ്പർ എക്സ്ട്രിമിറ്റിനെയാണ് UA എന്ന് പറയുന്നത്, അല്ല UE എന്ന് പറയുന്നത് കേട്ടോ. URI എന്താണ്? അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. എന്താണ്? അപ്പർ റെസ്പിറേറ്ററി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. USP യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമോകോപ്പിയ. എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമോകോപ്പിയ എന്ന് പറഞ്ഞാൽ 1820 നമ്മുടെ USA ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അതായത് ഈ ക്വാളിറ്റി കെയർ, പേഷ്യന്റിന്റെ സേഫ്റ്റി അതൊക്കെ നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമോകോപ്പിയ 1820 കാലഘട്ടത്തില് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് USA ബേസ് ചെയ്തിട്ടാണ്
അത് വന്നിട്ട് ഈ പറയുന്ന ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സേഫ്റ്റിനെയൊക്കെ ബേസ് ചെയ്തുള്ള ആ ഒരു എന്താ പറയാ നോംസ്, സ്റ്റാൻഡേർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അത് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. മറ്റേ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിൽ UTIS എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ URIയും UTIയും മാറിപ്പോകരുത് കേട്ടോ. URI എന്ന് വെച്ചാൽ എന്താണ്? അത് യൂറിനറി എന്താണ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് കേട്ടോ. URI എന്ന് പറയുമ്പോൾ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. UTI എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവരുത്. VD, വെനേറിയൽ ഡിസീസ്. VD എന്താണ്? വെനേറിയൽ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആവുന്ന ഡിസീസുകളാണ് കേട്ടോ. ലൈംഗിക രോഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. VD, വെനേറിയൽ ഡിസീസ്. VOL, വോള്യം. ഓക്കെ, വോള്യം, വ്യാപ്തം എന്നൊക്കെ പറയില്ലേ. VS, വൈറ്റൽ സയൻസ്. VS എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. വൈറ്റൽ സയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ നോക്കില്ല, ആ സംഭവമാണ് കേട്ടോ. W/ വിത്ത് ആണ് കേട്ടോ. W/വിത്ത്. ഓക്കെ. WBC, WBC എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ്. എന്താണ്? RBC പഠിച്ച പോലെ അല്ലേ WBC, അറിയാലോ, വൈറ്റ് ബ്ലഡ് സെൽസ്. WNL, വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. WNL വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. നമ്മളിപ്പോ ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒബ്സർവ്ഡ് റേറ്റും വിത്തിൻ നോർമൽ റേറ്റും ഒക്കെ കാണിക്കും അല്ലെ, വിത്തിൻ നോർമൽ ലിമിറ്റ്സ് കേട്ടോ. WNL ആണ് വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. W/O, വിത്തൗട്ട് കേട്ടോ. W/O എന്താണ്? വിത്തൗട്ട്. ഓക്കെ, അപ്പൊ ഇതിനെ മാർക്ക് ചെയ്തത് 281, 82, 83, 294, 299, 301, 303 കേട്ടോ. ഓക്കെ, നമ്മളെ ലാസ്റ്റത്തെ പേജിലോട്ട് വരികയാണ്. ലാസ്റ്റത്തെ പേജിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 304 മാർക്ക് ചെയ്യാം കേട്ടോ. 304, 304, 315, 315 കേട്ടോ. 315, 315, 316, 316, 324, 324, 326, 326, then final one 327 കേട്ടോ. 327 മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? 304, 315, 316, 324, 326, 327. ഓക്കെ, ബാക്കിയത് കുറച്ച് സിംബൽസ് ആണ് കേട്ടോ. WT നിങ്ങൾക്ക് അറിയാലോ, വെയിറ്റ് അല്ല, വെയിറ്റ് ആണ്. YO എന്ന് പറയാ ഇയർ ഓൾഡ് എന്നാണ് കേട്ടോ. ഇയർ ഓൾഡ്. ഓക്കെ. X ഒരു ഹൈപ്പൺ ഇട്ടാൽ ആക്സെപ്റ്റ്, ഒഴികെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആക്സെപ്റ്റ് ആണ്, ആക്സെപ്റ്റ്. ഇതറിയാലോ, ഇതെങ്ങനെ? ഇതെന്താ സൂചിപ്പിക്കില്ല? പ്രൈമറി. ഓക്കെ, പ്രൈമറി. ഇത് സെക്കൻഡറി. ഇത് ഇൻക്രീസ്ഡ്, മുകളിലോട്ടാവുമ്പോ ഇൻക്രീസ്ഡ്, താഴോട്ടാവുമ്പോ ഡിക്രീസ്ഡ്. പിന്നെ കണ്ടോ ഒരു ഫ്ലാഷ് പോലെ നോ, നോട്ട്, നൺ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. സിംബൽ നോക്കി വെക്കണേ. നോ, നോട്ട്, നൺ. R റൈറ്റ് ക്യാപിറ്റൽ ആണ്, L ലെഫ്റ്റ്. ഈ സിംബൽ കണ്ടിട്ടുണ്ടല്ലോ, മൈക്രോ അല്ലെ, മൈക്രോ കേട്ടോ. മൈക്രോ. ആൽഫ അറിയാലോ, ബീറ്റ. സിംബൽ നോക്കുക കേട്ടോ. അപ്രോക്സിമേറ്റ്ലി അല്ലെ, അപ്രോക്സിമേറ്റ്ലി. പിന്നെ X2, X2 എന്ന് പറഞ്ഞാൽ ടൈംസ് 2 എന്നാണ് കേട്ടോ. റൈം എന്നാണ് എഴുതി വെച്ചത്. 6 വെട്ടാം, 6 വെട്ടിട്ട് 10 ആക്കാം കേട്ടോ. ടൈംസ് 2, ടൈംസ് 2 ആക്കാം. X2. ഇത് പെർ. ഇത് നോട്ട് ഈക്വൽ, അറിയാലോ, നോട്ട് ഈക്വൽ. ഇത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ക്വസ്റ്റ്യനബിൾ ഓർ പോസിബിൾ അല്ലെ, ക്വസ്റ്റ്യനബിൾ ഓർ പോസിബിൾ. ഈ ട്രയാങ്കിൾ എന്താ സൂചിപ്പിക്കുന്നത്? ചേഞ്ച് കേട്ടോ. ചേഞ്ച്. ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്യാം. ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് ചേഞ്ച് ആണ് കേട്ടോ. ഇത് നെഗറ്റീവ്, അറിയാലോ. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഫീമെയിൽ മെയിൽ സിംബൽസുകൾ അറിഞ്ഞിരിക്കണം. ഫീമെയിൽ സിംബൽ കണ്ടല്ലോ, മെയിൽ സിംബൽ കാണാം കേട്ടോ. ഫീമെയിൽ സിംബലും മെയിൽ സിംബൽ മാറിപ്പോകരുത് കേട്ടോ. ഫീമെയിലിന്റെ സിംബൽ കണ്ടോ, മെയിലിന്റെ സിംബൽ നോക്കാം. ഓക്കെ, മാർക്ക് ചെയ്തത് 304, 315, 316, 324, 326, 327. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി അവസാനിക്കുകയാണ് കേട്ടോ. ടൈംസ് അല്ല മോളെ, ടൈംസ് ആണ്. ടൈംസ് കേട്ടോ. ജസ്മിന, ടൈംസ് ആണ്. 6 വിട്ടാൻ ഞാൻ പറഞ്ഞു, ടീനാക്കാൻ മതി. ടൈംസ് 2, ടൈം, ടൈം, സമയം എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇതില് മിസ്സായ ആളുകൾക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നാളെ കൂടെ നമുക്ക് ക്ലാസ് ഉണ്ട്. നാളെ നമുക്ക് ചെറിയൊരു റിവിഷൻ നടത്താം കേട്ടോ. ഓക്കെ.
എന്താ ജസില? മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ട് പഠിക്കണം. കാര്യം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതിപ്പോ ഇതായാലും എക്സാമിന് വരാൻ സാധ്യത മൊത്തത്തിൽ നമുക്ക് വായിച്ചതിൽ ബുദ്ധിമുട്ടാണല്ലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ഈ മാർക്ക് ചെയ്ത് വെക്കുന്നത്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. മറ്റുള്ളത് പഠിക്കുന്നതല്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, വായിക്കാം. പക്ഷെ റൈറ്റ് ഇട്ടത് പിക്ക് ചെയ്തത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കും കേട്ടോ. കൺഫ്യൂസ്ഡ് ആയോ? പ്രശ്നമൊന്നുമില്ലല്ലോ. മാർക്ക് ചെയ്തത് പഠിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നാളെ കാണാം കേട്ടോ. നാളെ ചെറിയൊരു എന്താ പറയാ, ഒരു ചെറിയ റിവിഷൻ പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പഠിപ്പിച്ച ടോപ്പിക്സിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ശരി എന്നാ കേട്ടോ. ഓക്കെ, താങ്ക് യു.